നമസ്കാരം. കണക്കെവിടെ എന്ന് കോടതി ചോദിച്ചപ്പോൾ കൈമലർത്തിയ സംസ്ഥാന സർക്കാർ വയനാട് ദുരന്ത നിവാരണ ഫണ്ട് ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വകമാറ്റിയോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ ഉയർന്ന ചോദ്യം. ചൂരൽമലയിലും മുണ്ടക്കയിലും 4.5 മാസം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ സർവനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താനും ഉപയോഗിക്കേണ്ട സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് സർക്കാർ വകമാറ്റിയെന്ന് പല കോണുകളിൽ നിന്നും സംശയമുയരുന്നു. പല സാമ്പത്തിക വിദഗ്ധരും ഇതേ സംശയം ഉയർത്തി. ഹൈക്കോടതിക്കും ഇത്തരമൊരു സംശയമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച ഉത്തരവിൽ നിന്ന് വ്യക്തമാണ്. ദുരന്തമുണ്ടായതിന് പിന്നാലെയാണ് ഹൈക്കോടതി സ്വയമേവ കേസെടുത്തത്. ഈ കേസിൽ പലതവണ വാദങ്ങൾ നടന്നിട്ടും സർക്കാർ ഇതുവരെ ദുരന്ത നിവാരണ ഫണ്ടിന്റെ കണക്ക് ഹാജരാക്കിയിട്ടില്ല, കേന്ദ്രത്തിനും നൽകിയിട്ടില്ല. ഇതിനെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചത്. ഫണ്ടിൽ എത്ര പണം ഉണ്ടായിരുന്നു, എത്ര ചെലവിട്ടു, ഇനി എത്രയുണ്ട്, ഇതിൽ എത്ര ചെലവിടാം തുടങ്ങിയ ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ അത് എത്രയെന്ന് പറയാനും കഴിഞ്ഞില്ല. 677 കോടി അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞുവെങ്കിലും കോടതി വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ ഇക്കാര്യത്തിൽ ഉറപ്പില്ലെന്നാണ് പറഞ്ഞത്. പാസ്ബുക്കിൽ കാണും, അക്കൗണ്ടിൽ കാണില്ല എന്ന് പരിഹാസ രൂപേണ പറഞ്ഞതാണെങ്കിലും അത്തരമൊരു സംശയം കോടതിക്കും ഉണ്ടായി എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. വയനാട്ടിൽ പുനരധിവസിപ്പിച്ചവർക്ക് ദിവസം 300 രൂപ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അത് കൃത്യമായി നൽകുന്നില്ല. വീട്ടുവാടക നൽകുമെന്ന് പറഞ്ഞിരുന്നു, അതും നൽകുന്നില്ല. അടിയന്തരമായി ലഭിക്കേണ്ട തുക പോലും പലർക്കും ലഭിച്ചിട്ടില്ല. ഇതിനൊന്നും പണമില്ലെന്ന് സർക്കാർ പറയുമ്പോൾ ദുരന്ത നിവാരണ ഫണ്ടിൽ പണമില്ലേ എന്ന ചോദ്യം ഉയരുന്നത് സ്വാഭാവികം. സംസ്ഥാനത്തിന്റെ ഫണ്ടിൽ പണമുണ്ടെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നു. കേരളം ഫണ്ടുകൾ വകമാറ്റുന്നുണ്ടെന്ന് പല CAG റിപ്പോർട്ടുകളിലും പ്രത്യേകം പറയുന്നുണ്ടെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് പ്രതികരിച്ചു. പല വകുപ്പുകളിലും ഫണ്ട് വകമാറ്റുന്നുണ്ടെന്നും ഇത് കണ്ടെത്താൻ ഓഡിറ്റിംഗ് നടത്താൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്നുമാണ് CAG റിപ്പോർട്ടിൽ ഉള്ളതെന്നും അവർ ചൂണ്ടിക്കാട്ടി. വകമാറ്റി ചെലവിടുന്നത് കണ്ടെത്താതിരിക്കാനാണിത്. വകമാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്തുകൊണ്ട് ഫിനാൻസ് ഓഫീസർക്ക് അക്കൗണ്ടിൽ എത്ര പണം ഉണ്ടെന്ന് കോടതിയിൽ പറയാൻ സാധിച്ചില്ല എന്നാണ് ചോദ്യം. ദുരന്ത നിവാരണ നിധിയിലെ നീക്കിയിരിപ്പ് സംബന്ധിച്ച് സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയിലും മറുപടി നൽകാതെ സർക്കാർ ഒഴിഞ്ഞുമാറി. ഏതായാലും 12-ാം തീയതി കോടതി കണക്കുമായി വരാൻ ഗവൺമെന്റ് ഫിനാൻഷ്യൽ ഓഫീസറോട് കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അന്ന് കണക്ക് വെളിപ്പെടുത്താതിരിക്കാനാവില്ല എന്നാണ് മിക്കവരും കരുതുന്നത്. അതോടെ സകല കള്ളക്കളിയും പൊളിയുമെന്നുറപ്പ്.